ശേഷം ബാക്കി നേതാക്കന്മാരെ വിളിക്കാം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി, മുൻ KPCC പ്രസിഡന്റുമാർ പ്രിയങ്കരായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ, ശ്രീ MM ഹസൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ പാലൂട് രവി, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ, KPCCയുടെ ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, എത്രയും പ്രിയപ്പെട്ട തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ ആത്മാവായി പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി തന്നെ സംവിധാൻ ബച്ചാവോ റാലി അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തെ കൂരിത്തിരിപ്പിച്ചുകൊണ്ട് അത്യുജ്വല പ്രകടനമാക്കി മാറ്റിയ നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുകയാണ്. മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് 1924 ഡിസംബർ മാസം 26-ാം തീയതിയാണ്. ഒരു വർഷം മാത്രമാണ് മഹാത്മാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. ആ സമ്മേളനം നടന്നത് ബൽഗാവിൽ വെച്ചായിരുന്നു. അതിൻ്റെ 100 വർഷം തികയുന്ന വർഷത്തിലാണ് 2024 ഡിസംബർ 26-ന് നമ്മൾ കോൺഗ്രസിൻ്റെ എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി കൂടി അവിടെ ഒരു പ്രമേയം പാസാക്കി പരിപാടികളുമായി മുന്നോട്ട് നീങ്ങിയത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മജി നടത്തിയ പോരാട്ടം, കോൺഗ്രസ് നടത്തിയ പോരാട്ടം, അത് വിജയത്തിലെത്തി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വതന്ത്രാനന്തരത്തിൽ ശ്രീ സുധാകരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരോഗതിയുടെ ഒരുപാട് ജൈത്രയാത്രകൾ നമ്മൾ നടത്തുകയുണ്ടായി. കോൺഗ്രസ് ഒരുപാട് നാൾ രാജ്യം ഭരിച്ചു. കഴിഞ്ഞ 11 വർഷക്കാലമായി കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് ഈ നാടിന് മുന്നിലേക്ക് വെച്ച ഏറ്റവും മഹത്തരമായ ഒന്ന്, കോൺഗ്രസിന് വേണമെങ്കിൽ അന്ന് തീരുമാനിക്കാമായിരുന്നു ഈ രാജ്യം കോൺഗ്രസ് മാത്രം ഭരിച്ചാൽ മതി.
നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വട്ടം ആലോചിച്ചിട്ടില്ല നമ്മുടെ നേതാക്കന്മാർ. അവർ തീരുമാനിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ